സുഹൃത്തുക്കളെ, നമ്മൾ കെമിസ്ട്രി പാഠഭാഗത്ത് നിന്ന് വരുന്ന ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ ഓർത്ത് വയ്ക്കാനുള്ള ചെറിയ കുറച്ച് കണക്ഷൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം എന്താവുന്നു? എന്താണ് സംഭവിക്കുന്നത്? ലോഹ സ്വഭാവം കുറയാണ് ചെയ്യുന്നത്. ഒരു പീരീഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറയുന്നു. അപ്പം നമ്മളത് കെമിസ്ട്രി യാതൊരു ബേസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് പഠിച്ചു വരുമ്പോഴേക്കും നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളത്, ഇപ്പം ഞാനൊക്കെ കെമിസ്ട്രി വളരെ വീക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യം ഉത്തരം മാത്രം ഒന്ന് കണക്ഷനാക്കി വെച്ചതാണ്. അപ്പം ഞാനിത് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇടത്തെ കൈയും വലത്തെ കൈയും ഒന്ന് നോക്കിയ സമയത്ത് ഇടത്തെ കൈയിലൊരു വാച്ച് ഉണ്ട്, വലത്തെ കൈയിലൊരു റിങ് ഉണ്ട്. അപ്പോൾ വാച്ച് തന്നെ മെറ്റലിൻ്റെ വാച്ചാണ്. അപ്പോൾ അത് മെറ്റലിൻ്റെ സ്വഭാവം കൂടുതലാണ്. വലത്തോട്ട് വരുമ്പോൾ മോതിരം ചെറുതാണ്. അപ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുന്നതോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരികയാണ്. ഇടത്തെ കൈയിൽ വാച്ച് അത് മെറ്റലാണ്, അതിൽ ഒരുപാട് മെറ്റൽ അടങ്ങിയിട്ടുണ്ട്. വലത്തെ കൈയിൽ ചെറിയൊരു മോതിരമാണ്, അപ്പോൾ അതിൽ വളരെ കുറച്ച് മാത്രമേ മെറ്റലുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ആണ് ആ സംഭവം കണക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. അപ്പം ജെൻസാണ് അധികം ഇടത്തെ കൈയിൽ വാച്ച് കിട്ടുന്നത്. അപ്പോൾ പെൺകുട്ടികളധികം വലത്തെ കൈയിലായിരിക്കും കിട്ടുക. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള സവിശേഷത അറിയപ്പെടുന്നത് ഡക്റ്റിലിറ്റി എന്നാണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള കഴിവാണ്. അപ്പോൾ അത് നമ്മൾ ആലോചിച്ചത്, നമ്മൾ താറാവുണ്ടല്ലോ, ഡക്കിൻ്റെ കഴുത്ത് കുറച്ച് നീണ്ടിട്ടാണല്ലോ. അപ്പോൾ നീണ്ട കഴുത്തുള്ളതുകൊണ്ട് വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മാലിയബിലിറ്റി നമുക്ക് അടിച്ച് പരത്തുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. ഒരെണ്ണം ഓർത്ത് വെച്ചാൽ മറ്റേത് എന്തായാലും മാറിപ്പോലല്ലോ. അപ്പോൾ ഡക്റ്റിലിറ്റി മാലിയബിലിറ്റി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഡക്കിൻ്റെ കഴുത്ത് നല്ല നീളമുണ്ട്. അപ്പോൾ ആ നീളമുള്ളതുകൊണ്ട് നമ്മൾ നീട്ടി വലിച്ച് വലിയ കമ്പികളാക്കാൻ കഴിയുന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ചോദ്യം, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് സോഡിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം സോഡിയമാണ്. അപ്പം നമ്മളത് ആലോചിച്ചത്, നമ്മൾ ഈ സോഡാ കുപ്പി ഉണ്ടല്ലോ, സോഡാ കുപ്പിയിൽ മണ്ണെണ്ണ വാങ്ങിക്കുന്ന, റേഷൻ കടയിൽ നിന്ന് പണ്ട് മണ്ണെണ്ണ വാങ്ങിച്ചിരുന്നത് സോഡാ കുപ്പി അല്ലെങ്കിൽ നമ്മൾ മദ്യത്തിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലുകൾ കിട്ടുമ്പോൾ അതിലൊക്കെ ആയിരുന്നു. നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ മണ്ണെണ്ണ വാങ്ങിച്ചിരുന്നത് അങ്ങനത്തെ കുപ്പിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വയ്ക്കുമ്പോൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം സോഡിയം എന്നുള്ള രീതിയിൽ കിട്ടും. സോഡാ കുപ്പിയിൽ സോഡേൻ്റെ ബോട്ടിലിൽ നമ്മൾ മണ്ണെണ്ണ വാങ്ങിക്കുന്ന കാര്യം ഓർത്ത് വെച്ചാൽ മതി. അടുത്തത്, നീറ്റ് കക്കയുടെ രാസനാമം. നീറ്റ് കക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡാണ്. കാൽസ്യം ഓക്സൈഡ്. അപ്പോൾ നമുക്ക് കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് കാൽസ്യം ഓക്സൈഡ് എന്നുള്ള സംഗതി ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കക്കല്ലേ, നമ്മൾ കക്കേൻ്റെ ഇറച്ചി ചില ആളുകൾക്ക് അലർജി ആയിരിക്കും. ചിലർക്കത് ഓക്കാനം വരുന്നുള്ള, വൊമിറ്റ് ചെയ്യാനുള്ളൊരു ഫീൽ വരുന്നുള്ള രീതിയിലാണ് ആലോചിച്ചത്. ചിലവർക്ക് ആ ഇറച്ചി എത്ര പറ്റിക്കോളുന്നില്ല. അപ്പോൾ കക്ക കണ്ടാൽ നമുക്ക് ഓക്കാനം വരും എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചപ്പം കാൽസ്യം ഓക്സൈഡ് എന്നുള്ള സംഗതി അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഓർത്ത് വെച്ച്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ആ ലെവലിൽ പറ്റിയെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അടുത്തത്, വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് എന്താണ്? വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് അഡ്ഹീഷൻ എന്നാണ്. അഡ്ഹീഷൻ. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ വ്യത്യസ്ത മതത്തിൽപ്പെട്ട, ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ തമ്മിൽ വിവാഹം കഴിക്കുമ്പം സാധാരണ നല്ല അടി ഉണ്ടാവാറുണ്ട്. ഒരുവിധം എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് അഡ്ഹീഷൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അടുത്തത്, ചുണ്ണാമ്പ് കല്ലിൻ്റെ രാസനാമം എന്താണ്? ചുണ്ണാമ്പ് കല്ലിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ തിരിഞ്ഞു വന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ചുണ്ണാമ്പ് കല്ല് എന്നുള്ള സംഗതി ഞാൻ നമ്മൾ ചന്ദ്രോത്സവം സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു സീനുണ്ട്. ഒരു കാറിൻ്റെ ബോണത്തിൽ കാലൊക്കെ കയറ്റിയിരുന്നിട്ട് ചുണ്ണാമ്പ് തേച്ച് മുറുക്കിയിട്ട്, നോക്കടാ ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നു അവൾ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ആ സിനിമ കണ്ടവർക്ക് അറിയാം, അല്ലാത്തവരൊന്ന് ജസ്റ്റ് ആ സിനിമയൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ആ ഒരു പോർഷൻ കാണാം. അപ്പോൾ ആ കാറിൻ്റെ ബോണത്തിൽ കാലൊക്കെ കയറ്റിയിരുന്നിട്ട് ചുണ്ണാമ്പ് തേച്ച് മുറുക്കുന്നൊരിതുണ്ട്. അപ്പോൾ കാറിലെ ബോണറ്റ് എന്ന് പറയുമ്പോൾ കാർബണേറ്റ് കിട്ടും. അവിടെ കാൽസ്യം എന്നുള്ള കാല് കയറ്റി വെക്കുന്നുണ്ട്. കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ആ ബോണത്തിലിരുന്ന് ചുണ്ണാമ്പൊക്കെ തേച്ച് അങ്ങനെ പറയുന്നൊരു ഡയലോഗുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കാൽസ്യം കാർബണേറ്റ് ആണ് ചുണ്ണാമ്പ് കല്ലിൻ്റെ രാസനാമം എന്നുള്ളത് ഈസിയായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും.
അടുത്ത ക്വസ്റ്റ്യൻ, മെർക്കുറിയുടെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് ഫ്ലാസ്ക്. മെർക്കുറിൻ്റെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഫ്ലാസ്ക് ആണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലേക്കൊക്കെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സീനിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളൊന്ന് അമ്പലത്തിൽ കയറി തൊഴുത പോകുമല്ലോ. അമ്പലത്തിൽ കയറിയിട്ട് നമ്മൾ രോഗിക്കുള്ള എന്തെങ്കിലും ചായയോ കഞ്ഞിയോ ഒക്കെ ഫ്ലാസ്കിലാക്കിയിട്ടായിരിക്കും പോവുക. ഈ ഫ്ലാസ്കും കൊണ്ട് അമ്പലത്തിൽ കയറിയിട്ട് കുറിയൊക്കെ വാങ്ങി പോകുമല്ലോ. നമ്മൾ ഓൺ ദ വേ നമ്മളൊന്ന് അപകടമൊന്നും വരുത്തല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ചിലപ്പം കയ്യിലൊരു ഫ്ലാസ്കൊക്കെ ഉണ്ടാവും. ചൂടുവെള്ളം കൊണ്ടുപോകാനോ ചായയോ അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഫ്ലാസ്ക് കയ്യിലുണ്ടാവും. ഈ ഫ്ലാസ്കും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പ്രസാദം വാങ്ങിക്കുന്നൊരു ആ ഒരു സീൻ ആലോചിക്കുമ്പോൾ നമുക്ക് അവിടെ കുറി കിട്ടുന്നു. അപ്പം ഈ ഫ്ലാസ്ക് കുറി എന്നുള്ള സാധനം അടുത്തടുത്ത് വന്നു. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കാം. പിന്നെ 8ാമത്തത്, ഓസ്കാർ ശില്പം നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഓസ്കാർ ശില്പം നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരമാണ് ബ്രിട്ടാനിയം. അപ്പം നമ്മൾ ഈസി ആയിട്ട് ആലോചിക്കാം. നമുക്ക് ഈ ഓസ്കാർ സമ്മാനം കൊടുക്കുന്ന വേദിയിൽ എല്ലാവർക്കും ബ്രിട്ടാനിയൻ്റെ ബിസ്ക്കറ്റും ചായയാണ് കൊടുത്തത്. ബ്രിട്ടാനിയ കമ്പനീൻ്റെ ബിസ്ക്കറ്റും ചായയാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളതെന്ന് ഉള്ള രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത്, കാഡ്മിയത്തിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഇത്തായി. കാഡ്മിയത്തിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഇത്തായി. അപ്പോൾ നമ്മളത് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്നൊരു കോഡാണ്. അതായത് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും, ക്രെഡിറ്റ് കാർഡ് വേണോ ഇതാന്ന് പറഞ്ഞ് വിളിക്കും. ഒരു മാസത്തിൽ ഒരു കോളെങ്കിലും മിനിമം വരലുണ്ട്. ആ രീതിയിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് വെച്ച് ഒരുവിധം ബാങ്കിൽ നിന്നൊക്കെ നമ്മളെ ഒരുവിധം എല്ലാവരെയും വിളിക്കുന്നുണ്ടാവും. നമുക്ക് ഇങ്ങോട്ട് ഒരു ഓഫർ തരികയാണ് ചെയ്യുക. അപ്പം ഇതാന്ന് പറഞ്ഞിട്ട് കാർഡ് ഇതാന്ന് പറഞ്ഞ് തരുന്ന പോലെ നമുക്ക് ഇതായി എന്നുള്ളത് കാഡ്മിയത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗം എന്നുള്ളത് ഈസിയായിട്ട് ഓർക്കാൻ പറ്റും. അടുത്തത്, അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. അപ്പം നമ്മളവിടെ ഞാൻ ആലോചിച്ചത് ഈ അഷ്ടകം എന്നുള്ള ഞാൻ ജസ്റ്റ് ചെറുതാക്കി മാറ്റി ഒന്ന് ഇഷ്ടിക എന്നുള്ള രീതിയിലാക്കി. എന്നിട്ട് ന്യൂ ലാൻഡ് എന്നുള്ളത് പുതിയ ഭൂമി വാങ്ങിച്ചു. ന്യൂ ലാൻഡ് വാങ്ങി അവിടെ നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മറ്റ് വേറെ കല്ല് യൂസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ഇഷ്ടികനെ കൊണ്ടാണ്. അപ്പോൾ ഇഷ്ടിക എന്നുള്ളത് നമ്മൾ അഷ്ടക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചാണ്. അപ്പോൾ അഷ്ടക നിയമം ന്യൂ ലാൻഡ് എന്ന് പറയുമ്പോൾ പുതിയ ലാൻഡ്, ആ രീതിയിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് പുതിയ ഭൂമി വാങ്ങിച്ചപ്പോൾ അവിടെ നമ്മൾ ഇഷ്ടിക കൊണ്ടുള്ള വീടാണ് കംപ്ലീറ്റ് ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ ഓർക്കുകയാണെങ്കിൽ അഷ്ടക നിയമം ന്യൂലാൻഡ്സ് എന്നുള്ളത് ചെറുതായിട്ട് അവിടെ കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതും ക്യാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 10 ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം, എല്ലാവരിലേക്ക് എത്തിക്കുക. ഏതെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും കണക്ഷൻസ് നിങ്ങൾക്ക് കിട്ടാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കണക്ഷൻസ് ആലോചിക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.